കുടുംബശ്രീ ശാരദ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കാറിൽ നിന്നിറങ്ങുന്ന ഭാമനെ രോഹിത്തിനെ കണ്ടിട്ട് രാഘവനും വിഷ്ണുവും വിചാരിക്കണേ, അല്ല ശ്യാം എവിടെ? അങ്ങനെ അവർ സംശയത്തോടെ നിൽക്കുമ്പോഴായിരിക്കും കേട്ടോ പിന്നാലെ ശാലിനിയുടെ കാർ വരുന്നത്. അങ്ങനെ കാറിൽ നിന്നും ശാലിനി ഇറങ്ങുവാണ്. അങ്ങനെ ശാലിനിയെ കാണുന്നതും കാർത്തികയാണെങ്കിൽ വല്ലാതെ ടെൻഷനാകുക. ഈശ്വര, ഇനി ആ ക്യാപ്സൂളിൻ്റെ കാര്യം അറിഞ്ഞ് എന്നെ അറസ്റ്റ് ചെയ്യാനെങ്ങാനും വന്നിരിക്കുവാണോ എന്ന് പറഞ്ഞ് പേടിച്ച് പറിച്ച് നിൽക്കുമായിരിക്കും കേട്ടോ. ഇതേ സമയം ശാലിനിയുടെ പിന്നാലെ തന്നെ ശ്യാമയും കൂടെ ശാരദാമ്മ ഇറങ്ങുവാണ്. അങ്ങനെ ശ്യാമ മുന്നോട്ട് നടക്കുമ്പോൾ വീഴാൻ തുടങ്ങുമ്പോൾ ശാലിനി സൂക്ഷിച്ച് നടക്കുന്നു പറയുക. അന്നേരം ശ്യാമ പറയണേ, അയ്യോ സൂക്ഷിച്ചില്ലെങ്കിൽ ഞാൻ വീഴുവല്ലേ, കുഞ്ഞേച്ചി എൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചോ, എൻ്റെ കൈ വിട്ടിട്ട് എങ്ങോട്ടേക്കും പോകല്ലേ കേട്ടോ. അങ്ങനെ ശ്യാമയുടെ ഈ സംസാരവും പെരുമാറ്റമൊക്കെ കണ്ട് അന്തം വിട്ട് നിൽക്കുമായിരിക്കും വിഷ്ണുവും രാഘവനും ഒക്കെ. മോളെ ശ്യാമേ, നിനക്കിപ്പോൾ എങ്ങനെയുണ്ട് എന്ന് രാഘവൻ ചോദിക്കുക. കുഞ്ഞേച്ചി ഇതൊക്കെ ആരാ? കുഞ്ഞേച്ചി എന്നെ വിട്ട് എങ്ങും പോകല്ലേ, എൻ്റെ കൂടെ തന്നെ നിൽക്കണേ, എനിക്ക് പേടിയാവുന്നു. അന്നേരം രാഘവൻ ചോദിക്കണേ, എടാ രോഹിത്തെ, ശ്യാമയ്ക്ക് എന്താണ് പറ്റിയത്? ശ്യാമ എന്തോ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അന്നേരം രോഹിത് പറയണേ, അത് പിന്നെ അച്ഛാ, വീഴ്ചയിൽ ശ്യാമയുടെ നെർവസ് സിസ്റ്റത്തിന് തകരാറ് പറ്റി. ശ്യാമ ഇപ്പോൾ കൊച്ചു കുട്ടികളുടെ മനസ്സാണ്. ശ്യാമയുടെ മനസ്സിലിപ്പോൾ ചെറുപ്പത്തിൽ ചില സംഭവങ്ങൾ മാത്രമേ ഓർമ്മയുള്ളൂ. എന്ത് കാര്യത്തിനും കുഞ്ഞേച്ചിനെ കൈപിടിച്ച് നടക്കുന്ന ശ്യാമയായിട്ട് മാറിയിരിക്കുക. എടാ മോനെ, നീ എന്തൊക്കെയാണ് പറയുന്നത്? അതേ അച്ഛാ, ഡോക്ടർ പറഞ്ഞത് സ്നേഹവും പരിചരണവും മരുന്നൊക്കെ കഴിച്ചുകൊണ്ട് 2-3 ആഴ്ചക്കുള്ളിൽ തന്നെ ശരിയാകുമെന്നാ. ശാലിനിയുടെ സാമീപ്യവും ശ്യാമയ്ക്കിപ്പോൾ ഏറ്റവും അത്യാവശ്യം. ഡോക്ടർ അത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഈ സമയം ഭാമ പറയണേ, ശാരദാമ്മേ, നിങ്ങൾക്കകത്തേക്ക് വരാം ശ്യാമയുടെ കൂടെ, നിങ്ങൾക്ക് മാത്രം. അങ്ങനെ പറഞ്ഞ് ശാലിനിയെ നോക്കുവാണ്ടോ. അതേക്കുമ്പോൾ രാഘവൻ പറയണേ, ഭാമേ, ഡോക്ടർ പറഞ്ഞത് നീ അല്ലേ നേരിട്ട് എന്ന് കേട്ടത്, എന്നിട്ടും എന്താ ഇങ്ങനെ വിഡിത്തം പറയുന്നത്? ശ്യാമയുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയെക്കുറിച്ച് ഡോക്ടർ പറഞ്ഞതല്ലേ നിന്നോട്? അവൾക്ക് മറ്റാരേക്കാളും ആവശ്യം ശാലിനിയുടെ ആവശ്യമോ, പിന്നെ അവളെ നീ കയറ്റാതിരുന്നാൽ എങ്ങനെ ശരിയാകും? അന്നേരം ഭാമ പറയുന്നുണ്ട്, ഇവളെ ഈ വീട്ടിൽ കയറ്റാൻ ഞാൻ സമ്മതിക്കില്ല, അതിന് എന്ത് തന്നെ സംഭവിച്ചാലും ശരി. ശാരദ, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ മകളെ നോക്കി ഇവിടെ നിൽക്കാം. അന്നേരം ശാരദ പറയണേ, എൻ്റെ മോൾക്ക് പ്രവേശനമില്ലാത്ത ഈ വീട്ടിൽ ഞാനും കയറുന്നില്ല സത്യാമ്മേ, വാ മോളെ നമുക്ക് പോകാം. അങ്ങനെ പറഞ്ഞ് ശാലിനി ശാരദാമ്മയും കൂടി അവിടെ നിന്ന് പോകുവാണ് കേട്ടോ. ഈ സമയം ശ്യാമയാണെങ്കിൽ വല്ലാതെ പ്രശ്നം ഉണ്ടാക്കുവാണ്. അന്നേരം ഭാമ കാർത്തികേനെ വിളിക്കുക, മോളെ കാർത്തികെ വന്ന് പിടിക്കുക. അങ്ങനെ ഭാമയും കാർത്തികയും കൂടി ശ്യാമേനകത്തേക്ക് കൊണ്ടുപോകുവാണ് കേട്ടോ. എന്നാൽ ഈ സമയം ശ്യാമ അവരുടെ എല്ലാം കൈ തട്ടി മാറ്റുക. എന്നിട്ട് ഭാമയോട് പറയണേ, എൻ്റെ കുഞ്ഞേച്ചിയെ പറഞ്ഞു വിട്ടോടി. അങ്ങനെ പറഞ്ഞ് ചോദിച്ചിട്ട് ഭാമയുടെ കഴുത്തിൽ ഞെക്കി പിടിക്കുവാണ് കേട്ടോ ശ്യാമ. ഈ സമയം ഈ കാഴ്ച കണ്ട് രോഹിത്തും വിഷ്ണുവൊക്കെ ശ്യാമയെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ശ്യാമയാണെങ്കിൽ ഭാമയുടെ കഴുത്തിൽ വിടാതെ പിടിച്ച് മുറുക്കിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ. അങ്ങനെ രോഹിത്തും വിഷ്ണുവും കൂടി എങ്ങനെയൊക്കെ ശ്യാമയെ പിടിച്ച് മാറ്റുവാണ് കേട്ടോ. ഈ സമയം ശ്യാമയാണെങ്കിൽ വല്ലാതെ പ്രശ്നം ഉണ്ടാക്കുന്നൊക്കെയുണ്ട്. എന്നാൽ ഭാമയാണെങ്കിൽ തീരുമാനം മാറ്റാനും തയ്യാറാവുന്നില്ല. പിന്നീട് രോഹിത്ത് ശ്യാമക്കുള്ള ഭക്ഷണവുമായിട്ടൊക്കെ ഒരു റൂമിലെത്തുവാണ് കേട്ടോ. ഈ സമയം ട്യൂഷൻ ക്ലാസ്സിൽ നിന്ന് പപ്പിമോളും തിരികെ വരുന്നുണ്ട്. അങ്ങനെ പപ്പിമോളെ കണ്ടിട്ടും ശ്യാമ മൈൻഡ് പോലും ചെയ്യുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് ആരാ? എനിക്ക് എൻ്റെ കുഞ്ഞേച്ചിയെ കാണേണ്ടത്, എനിക്ക് ഭക്ഷണം വേണ്ട, ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് ഭക്ഷണമൊക്കെ തട്ടിത്തെറിപ്പിക്കുകയാണ്. ഈ സമയം പപ്പി വന്ന്, അമ്മേ ഇത് ഞാനാ, അമ്മയുടെ പപ്പിമോളാ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ശ്യാമ അതൊന്നും മൈൻഡാക്കാതെ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. മനസ്സിൻ്റെ ഉള്ളിൽ ശ്യാമക്ക് വല്ലാതെ വിഷമമുണ്ട്. മനസ്സിൻ്റെ ഉള്ളിൽ രോഹിത്തിനോടും പപ്പിമോളോടൊക്കെ മാപ്പ് പറയുക. സോറി മോളെ, സോറി രോഹിത്, എനിക്കിങ്ങനെ അഭിനയിച്ചേ പറ്റൂ. കുഞ്ഞേച്ചി എനിക്ക് എങ്ങനെയെങ്കിലും ഇവിടെ തിരികെ കൊണ്ടുവന്നിരിക്കണം. അങ്ങനെ ശ്യാമ വല്ലാതെ പ്രശ്നം ഉണ്ടാക്കുവാണ്. ഈ സമയം രോഹിത്ത് ഈ കാര്യങ്ങളൊക്കെ ഭാമയുടെ അടുത്ത് വന്ന് പറയുവാണ് കേട്ടോ. അന്നേരം പപ്പിയും പറയണേ, സത്യാമ്മേ, എൻ്റെ അമ്മ ഭക്ഷണവും മരുന്നും ഒന്നും കഴിക്കുന്നില്ല. കറക്റ്റായിട്ട് ഭക്ഷണവും മരുന്നും കഴിച്ചാലല്ലേ അമ്മയുടെ അസുഖം മാറുള്ളൂ. എൻ്റെ അമ്മ എന്നെ കണ്ടിട്ട് മൈൻഡ് പോലും ചെയ്യുന്നില്ല. എനിക്കെൻ്റെ അമ്മയെ തിരിച്ചു വേണം സത്യാമ്മേ എന്നൊക്കെ പറഞ്ഞ് പപ്പിമോൾ കരഞ്ഞു പറയുവാണ്. അങ്ങനെ ഭാമ അവസാനം മനസ്സ് മാറി ശാലിനിയെ കൂട്ടിക്കൊണ്ടുവരാൻ രോഹിത്തിനെ പറഞ്ഞേക്കുവാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനും ഫുൾ എപ്പിസോഡിൻ്റെ റിവ്യൂവിനും ഒക്കെ ആയിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്